ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് വന്നിട്ട് പറയുകയാണ്, മീനാക്ഷി ചേച്ചി ഇവിടെ വന്നതിൽ എന്താ തെറ്റ്? ഇവിടെ എത്രയോ ഒരുപാട് അംഗങ്ങളില്ലേ, അപ്പം നേനക്ക് ഒറ്റയ്ക്ക് ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയും അതിനെ സപ്പോർട്ട് ചെയ്യാണ്. ഒരു ഇടയ്ക്ക് സമയത്ത് മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ജോലി ഉണ്ടല്ലോ ഇവിടെ, മീനാക്ഷിയെ തിരിച്ച് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോഴേക്കും ജലജ ഇടയിൽ കയറുന്നുണ്ട്. ജലജ പറയാണ്, ഒരുത്തി ഇവിടെ എല്ലാവരും സ്വാധീനിക്കല്ലേ, പിന്നെ എല്ലാവരും ഇവളുടെ വാക്കല്ലേ കേൾക്കുള്ളൂ. പക്ഷെ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഒരുത്തിയെ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അതാണ് എൻ്റെ ചോദ്യം. നയന വീണ്ടും സങ്കടത്തോടെ പറയാണ്, ഞാനല്ല അമ്മയെ വിളിച്ചത്. നീ കള്ളൊന്നും പറയണ്ട. ഈ വീട്ടിൽ പണി ഒരുപാടുണ്ടായിരുന്നെങ്കിൽ വേറെ വല്ല ജോലിക്കാരെയും വിളിക്കായിരുന്നല്ലോ. അവളെ തന്നെ എന്തിനാ വിളിച്ചത്? അപ്പോഴേക്കും ജലജ പറയും, ഏട്ടത്തിയെ തോൽപ്പിക്കാൻ, വേറെന്താ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ദേ അപ്പച്ചി, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതേ. അപ്പോൾ ദേവയാനി പറയാണ്, നീ ഒന്നും മിണ്ടണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നാളായിട്ട് ഞാൻ തന്നെയാണ് തോൽക്കുന്നത്. എൻ്റെ വാക്ക് ഒരു നേരം പോക്ക് പോലെയായിട്ടാണ് നീയും കാണുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത്. എന്നാൽ അതും നടന്നില്ല. ഇനിയും ഇവിടെ നിന്നാലേ എനിക്കിതുപോലുള്ള കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവുകയാണ്. അപ്പം മുത്തശ്ശി വീണ്ടും നയനയോട് ചോദിക്കുന്നുണ്ട്, മോളാണോ മോളെ മീനാക്ഷിയോട് വരാൻ പറഞ്ഞേ? അപ്പോൾ സങ്കടത്തോടു കൂടി നയന വീണ്ടും പറയാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി. അപ്പോഴേക്കും ആദർശം അമ്മയ്ക്ക് പിന്നാലെ തന്നെ പോവുകയാണ്. ആ അവസരം മുതലെടുത്ത് ജലജ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തിയുടെ ഒരു ഗതികേടെ, എങ്ങനെ നടന്ന ഏട്ടത്തിയാ? ഈ വീട്ടിലെ അമ്മയ്ക്ക് തുല്യമായിരുന്നു ഏട്ടത്തിയുടെ സ്ഥാനം. എൻ്റെ ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ, ഇപ്പോൾ ഈ വീട്ടിൽ മരുമോളുടെ ഭരണമാണേ. അപ്പോൾ അത് കേട്ടിട്ട് നയന സങ്കടത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവള് പറയുന്നത് കേട്ടിട്ടൊന്നും മോള് വിഷമിക്കേണ്ട. ഇവൾ എത്ര കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ വീട്ടിൽ അടിയൊന്നും നടക്കുന്നില്ല, അതിൻ്റെ വിഷമം അവൾക്ക്. അപ്പോഴും നയന സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. ആദർശ് നേരെ അമ്മ പോയടത്തേക്കാണ് പോകുന്നത്. അപ്പം ദേവയാനി അവിടെ ഉമ്മറത്തിരിക്കുകയാണ് ദേഷ്യത്തോടു കൂടി. അപ്പം ആദർശ് ചെന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ എന്തിനാ വന്നേ? അമ്മയെ സപ്പോർട്ട് ചെയ്യാത്ത മകൻ എന്തിനാ വന്നേന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടി ഒരാൾ നിൽക്കുവാണെങ്കിൽ അയാൾക്ക് എത്ര പൈസ കൊടുക്കണമെന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് ദേവയാനി മറുപടി ഒന്നും പറയുന്നില്ല, മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ചേച്ചി മുറ്റടിക്കുകയും അകത്തെ പാത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നല്ലാതെ വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. അതിന് തന്നെ അവർ 10-15,000 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നയന ചെയ്യുന്ന ജോലി ആരെങ്കിലും ചെയ്യുവാണെങ്കിലോ? അവർക്ക് ഇരട്ടി പൈസ കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ 2-3 ആൾക്കാർ ചെയ്യേണ്ട ജോലിയാണ് നയന ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയും, അത് അവളുടെ കടമയാ, ഒരു മടിയും കൂടാതെ അവൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനാ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത്? അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നെ അറിയിക്കണ്ടേ? നേരത്തെ മീനാക്ഷിക്ക് പൈസ കൊടുത്തപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ല. ആദർശ് പറയാണ്, എൻ്റെ അമ്മയെ പോട്ടെ, ഇതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമാണോ? അപ്പം ദേവയാനി ദേഷ്യത്തോടെ പറയും, അങ്ങനെ ഓരോന്നും പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് അവളുടെ തന്നിഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നത്. ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ നീ ഒരു 2-3 ആഴ്ച അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്. അത് കഴിയുമ്പോൾ അവളുടെ വീട്ടുകാർ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് തള്ളി വിട്ടോളും. പിന്നെ അനുസരണ ഉണ്ടാവും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ അതിന് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ തെറ്റ് ചെയ്യുന്നത് ഞാനാണോ? ദേവയാനി ദേഷ്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് വീണ്ടും അനുനയത്തോടെ പറയാൻ ശ്രമിക്കുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും വയ്യ അമ്മേ, അവരെയൊക്കെ വെറുതെ എന്തിനാ സങ്കടപ്പെടുത്തുന്നേ? അപ്പോൾ ദേവയാനി തിരിച്ചു ചോദിക്കുകയാണ്, ഈ വീട്ടിലേക്ക് നയനയും നവ്യയും വരുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ മുത്തശ്ശനെയോ മുത്തശ്ശിയോ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ വീട്ടിനകത്ത് ജലജ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാനൊന്നിനും പോയിട്ടില്ല. ഞങ്ങളുടെ നല്ല മരുമകളാണ് ദേവയാനി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മുത്തശ്ശൻ. ആ സ്ഥാനത്താണ് ഞാൻ പുന്നാരിച്ച് വളർത്തിയ എൻ്റെ മകൻ ഇപ്പം എന്നെ വിമർശിക്കുന്നത്. അച്ഛനെയും അമ്മയും കൊല്ലുന്ന മക്കളെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു എന്നല്ല. ദേ, ഇതുപോലെ അച്ഛനെ അമ്മയും തള്ളിക്കളയുന്നതും കൊല്ലുന്നതിന് തുല്യമാ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാ. അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അതേസമയം ജലജൻ്റെ ദേഷ്യം എരിച്ചിൽ അങ്ങോട്ട് തീരുന്നില്ല. നയനയോട് പറയുന്നുണ്ട്, നീ നോക്കിക്കോടി, ഇതങ്ങനെ ഏട്ടത്തി വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിനക്കാരെ ഇതിനൊക്കെ അധികാരം തന്നത്? നയന ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളല്ല മീനാക്ഷിയെ വിളിച്ചതെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും മോളെ കുറ്റപ്പെടുത്തുന്നേ? അപ്പോഴേക്കും അവിടെ നവ്യയും അഭിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അനിയത്തിയെ പറയാൻ കിട്ടിയ അവസരമാണല്ലോ. നവ്യ ഒട്ടും കുറക്കുന്നില്ല. നവ്യ പറയുന്നുണ്ട്, ഇവളങ്ങനെയൊക്കെ ചെയ്യും, ഇവൾക്ക് എല്ലാവരുടെയും മുകളിൽ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. ജലജയും മോനും മരുമോളും ഒക്കെ കൂടെ നയനയിട്ട് അങ്ങോട്ട് കശക്കുക. ജലജ പറയുന്നുണ്ട്, നീ അന്ന് 10,000 രൂപ ആരും അറിയാതെ അവൾക്ക് കൊടുത്തത് കൊണ്ടല്ലേ അവളുടെ ഈ വീട്ടിലെ ജോലി പോയത്. നീ അവളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ മാസ ശമ്പളാ. എന്നിട്ട് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുക ആരോടും പറയാതെ. അവസാനം നയന ഒന്ന് വായ തുറക്കുക. തെറ്റ് ചെയ്തെങ്കിലേ അത് സമ്മതിക്കാൻ പറ്റൂ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ മീനാക്ഷി ചേച്ചി ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, മോള് പറയുന്നതാ സത്യം, അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. അപ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് കനകയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അഭി പറയാണ്, ചിലരൊക്കെ ഇവിടെ കൊച്ചമ്മ ചമയാൻ ശ്രമിക്കുക. അപ്പം നയന ദേഷ്യത്തോടു കൂടി അഭി എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് നവ്യം കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ജലജ പറയാണ്, നീയേ അവനെ അങ്ങ് നോക്കി ദഹിപ്പിക്കേണ്ട,
നീയും ഇവിടെ ഉണ്ട്, നിന്റെ അമ്മയും ഇവിടെ ഉണ്ട്. ആ സമയത്ത് മീനാക്ഷി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ല. അപ്പം ഞാൻ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ. അപ്പം കനക സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വിചാരിക്കുന്നുണ്ട്, ഇവിടെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ജലജ നോക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കനക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കനകയോടായിട്ട് പറയാണ്, ഓ ദേ വന്നല്ലോ, നീ അടുക്കളയിൽ കയറി സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ ഏട്ടത്തി വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും നിന്റെ മോള് ജോലിക്കാരിയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത്. മറുപടിയൊന്നും പറയാതെ കനക താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം വീണ്ടും ജലജ പറയുന്നുണ്ട്, ഇവൾക്കെന്താ നഷ്ടം, ഇവിടെ ഇവൾക്ക് പൈസ കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും മീനാക്ഷി വന്നു, ഇനി അവൾ കേൾക്കി ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനേയും പറയും, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പം ജലജ പരിഹാസത്തോടെ പറയാണ്, ഇവൾ വിളിച്ചപ്പോൾ അവൾ ഓടി വന്നില്ലേ, ഇനി ഇതൊക്കെ കേൾക്കട്ടെ. അപ്പം ഞാൻ വീണ്ടും പറയും, ഞാനല്ല വിളിച്ചതെന്ന് പറഞ്ഞില്ലേ. ജലജ വിട്ടുകൊടുക്കാൻ ഭാവയില്ലായിരുന്നു, ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ തന്നെയാ വിളിച്ചത്. അപ്പോൾ അവസാനം കനക ഇടപെടുകയാണ്, അതെ എൻ്റെ മോള് കള്ളം പറയത്തില്ല. അപ്പോൾ ജലജ പറയും, അത് നീ അങ്ങനെയല്ലേ പറയുള്ളൂ. അതെ, ഇവിടെ കള്ളം പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാരാണെന്ന് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. കനക ഇങ്ങനെ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം മുത്തശ്ശി ഇടപെടും, അത് ശരിയാ കനക പറഞ്ഞ്. അപ്പം ജലജ ചോദിക്കൂ, ആരെയാ നീ ഉദ്ദേശിച്ചത്? മുത്തശ്ശി പറയുന്നുണ്ട്, വേറെ ആരെയാ, നിന്നെ തന്നെ. അത് നിനക്ക് തന്നെ അറിഞ്ഞൂടെ? അപ്പം ജലജയുടെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ വലിഞ്ഞു മുറുകുന്നുണ്ട്. അതുപോലെ തന്നെ അബീൻ്റെയും നവ്യയുടെ ഒക്കെ മുഖമുണ്ട്, ദേഷ്യത്തോടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കനകക്ക് ഒത്തിരി സന്തോഷമാവും, അമ്മ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരുടെയും മുഖം അവിടെ വലിഞ്ഞു മുറുകി നിൽക്കുകയാണ്. അതേസമയം ദേവയാനി വീണ്ടും ആദർശനോട് ചോദിക്കുന്നുണ്ട്, പോട്ടെ, മീനാക്ഷി വരുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല, നിന്നോട് ചോദിച്ചിരുന്നോ? ഇല്ല, ആദർശ് പറയാണ്. അപ്പം ദേവയാനി വീണ്ടും ചോദിക്കും, അപ്പം അത് ധിക്കാരല്ലേ? അല്ലേന്ന്. ആദർശ് വീണ്ടും മുഖം താഴ്ത്തുകയാണ്. അവസാനം ആദർശ് പറയാണ്, അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. നയനയുടെ ഈ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനാണ് മീനാക്ഷി ചേച്ചിയോട് ഇന്നു മുതൽ ജോലിക്ക് വരാൻ പറഞ്ഞത്. അപ്പം ദേവയാനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ അപ്പം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കള്ളം പറയുകയാണല്ലേ? ആദർശ് പറയുന്നുണ്ട്, അല്ല അമ്മേ, നയന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയും. അന്ന് മീനാക്ഷി ചേച്ചിക്ക് പൈസ കൊടുത്തില്ലേ, അത് എന്നോട് പറഞ്ഞിട്ടാ. അപ്പം ദേവയാനി പറയും, നീ ഒന്നും പറയണ്ട ആദർശേ, നീ നയനയെ രക്ഷിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയാം, അമ്മേ മനഃപൂർവ്വം ഞാനങ്ങനെ ചെയ്യാറില്ല, സംശയം ഉണ്ടെങ്കിൽ അമ്മ മീനാക്ഷി ചേച്ചിയോട് ചോദിച്ചു നോക്ക്, ഞാൻ അവരെ വിളിച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ ദേവയാനി പറയാം, ആയിക്കോട്ടെ, അപ്പോഴും നീ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ അവളോട് വരാൻ പറഞ്ഞത്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ലെന്നറിയാം, അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. അങ്ങനെയെങ്കിൽ അവൾ മാത്രമല്ലല്ലോ ഈ ലോകത്ത് ഉള്ളത്, വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അമ്മേ, മീനാക്ഷി ചേച്ചി വർഷങ്ങളായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതല്ലേ, മാത്രമല്ല ഈ വീടിനെ പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട്. നമുക്ക് അവരെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. ഇവിടെ ഞാനാ തെറ്റുകാരൻ, അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ ഇതൊരു ഇഷ്യൂ ആക്കരുത്. അവസാനം ദേവയാനി തോറ്റ് കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടിയാ എല്ലാവരുടെ മുന്നിലും ഞാൻ എപ്പോഴും തലതാഴ്ത്തേണ്ടി വരുന്നത്. ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ ക്ഷമിക്കാം, പക്ഷേ മേലിൽ ഇത് ആവർത്തിക്കരുത്. അപ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇല്ല അമ്മേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖമുണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചനയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പിന്നെ അമ്മ എതിർക്കുന്ന അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അമ്മയോട് ഇക്കാര്യം പറയാതിരുന്നത്. ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം. അപ്പോൾ ദേവയാനി വേഗം എതിർക്കും, ഏയ് വേണ്ട, ഓരോരോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അവസാനം കാല് പിടിക്കൊന്നും വേണ്ട. അപ്പോൾ ആദർശ് ഒന്നുകൂടെ അമ്മയുടെ നേരെ ചേർന്ന് നിന്നിട്ട് പറയും, അമ്മേ, ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അതെൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നയനക്കൊപ്പം നിന്ന് ഞാൻ അമ്മയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ നിന്നേ പറ്റൂ അമ്മേ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എനിക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ചെയ്തേ പറ്റൂ. അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, ഈ വീട്ടിലുള്ള മറ്റു പലരുടെയും ചിരിച്ച മുഖങ്ങൾ കാണാൻ വേണ്ടിയാ. എന്നിട്ട് സങ്കടത്തോടു കൂടി ആദർശ് അകത്തേക്ക് കയറി പോവുകയാണ്. ആദർശ് പോയതിന് പിന്നാലെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇത്രമാത്രം ആദർശിനെ വിഷമിപ്പിക്കുന്ന ആ കാര്യങ്ങൾ എന്ന്. അതേസമയം ജലജ വീണ്ടും മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ നാവടപ്പിക്കാം, എന്നാൽ ഏട്ടത്തിയോട് ഇവള് കാണിച്ച വഞ്ചന ഏട്ടത്തി ഒരിക്കലും ക്ഷമിക്കില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ക്ഷമിച്ചാലും നീ അവളെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ വീട്ടിലുള്ള ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരി നീയാ. അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ്. അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കും, അത് അമ്മ പറഞ്ഞത് സത്യ, ഇവളാ എൻ്റെ മക്കളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകണമെന്നാണോ അമ്മ പറയുന്നത്? അപ്പോൾ അവർ പറയാണ്, അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ, എങ്കിലും നീ നിൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം നയനമോളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ നിൻ്റെ രീതി. ആദർശ് മോൻ്റെ മുത്തശ്ശൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, സ്നേഹത്തോടെ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവരെ തമ്മിൽ അകറ്റുന്നതാ ഏറ്റവും വലിയ ശത്രു. ജലജ ഒന്നും പറയാതെ അമ്മ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചില ആൾക്കാരുടെ സംസാരം നമ്മൾ വല്ലാതെ അങ്ങ് കേട്ടിരുന്നു പോവും, അത് നമ്മളങ്ങ് വിശ്വസിച്ചു പോവും. അവരുടെ വാക്കുകൾ നമ്മുടെ കുടുംബത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്തരക്കാരെ ഒഴിവാക്കുന്നതാ നല്ലത്.
എന്ന് വെച്ചാൽ എന്നെ ഒഴിവാക്കണം എന്നാണ് അമ്മ ഈ പറയുന്നത്. അല്ലാതെ മീനാക്ഷിയെ വിളിച്ചു വരുത്തി ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അമ്മ എന്നോട് സംസാരിക്കുന്നത് പോലെ ഏട്ടത്തിയോട് സംസാരിക്കുമോ? അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി എല്ലാവരും കേൾക്കെ പറയാണ്, ഇനി മീനാക്ഷിയുടെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട, അവൾ തൽക്കാലം ഇവിടെ നിന്നോട്ടെ എന്ന് പറയാണ് ദേവയാനി. അപ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ്. കാരണം ദേവയാനി തന്നെ സമ്മതിച്ചത് കണ്ടപ്പോൾ. അപ്പം മീനാക്ഷിക്ക് സമാധാനമാവുകയാണ്, അവിടെ ജോലിക്ക് തുടരാലോ എന്നൊരു സമാധാനം. അപ്പോൾ പെട്ടെന്ന് ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ ഏട്ടത്തി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? തൽക്കാലം ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല ദേവയാനി പറയാണ്. അപ്പം നയന വീണ്ടും പറയും, അമ്മേ ഞാനല്ല മീനാക്ഷി ചേച്ചിയോട് വരാൻ പറഞ്ഞേ. അപ്പോൾ ദേവയാനി കുറച്ചൊന്ന് റഫായതിൽ നിന്ന് മാറിയിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെ ആര് വിളിച്ചു വരുത്തിയതായാലും ശരി, ഈ പ്രശ്നം ഇവിടെ അവസാനിക്കണം. എന്നിട്ട് നയനയോട് വാണിംഗ് പോലെ പറയാണ്, ഇനി പക്ഷേ മീനാക്ഷിക്ക് ഞാൻ അറിയാതെ പൈസ കൊടുക്കാനോ മറ്റെന്തെങ്കിലും രീതിയിൽ അവളെ സഹായിക്കാനോ പാടില്ല. ശരി അമ്മേ, നയന പറയാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരു താക്കീത് കൊടുത്തതുകൊണ്ട് ഇനി നിന്നെ മറികടന്ന് നയന മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ദേവയാനി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചെയ്യാതിരുന്നാൽ വീട്ടിനകത്ത് വഴക്കുണ്ടാവില്ല. പിന്നെ മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന് കരുതി നീ അടുക്കളയിൽ കയറാതിരിക്കൊന്നും വേണ്ട, നിന്റെ ജോലി നീ ചെയ്തിരിക്കണം. അപ്പം നയന വീണ്ടും പറയണം, ശരി. എന്നിട്ട് അവൾ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പം ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. ജലജയുടെ നോട്ടം കണ്ടിട്ട് ദേഷ്യത്തോടു കൂടി കനക ജലജയെ നോക്കിയിരിക്കുകയാണ്. അതേസമയം മുകളിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ എന്നൊരു സങ്കടത്തിൽ നവ്യ ഇങ്ങനെ ദീർഘശ്വാസം വിട്ടിരിക്കുകയാണ്. അപ്പോൾ കയ്യിലൊരു ഗ്ലാസ്സുമായിട്ട് കനക സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടപ്പോൾ നവ്യ വേഗം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. കനക വന്നിട്ട് അടുത്ത് വന്നിട്ട് വിളിക്കുകയാണ്, മോളെ നവ്യേ. അപ്പം നവ്യ നല്ല ഉറക്കത്തിലെന്ന പോലെ കിടക്കുകയാണ്. ഏത് നേരം ഉറക്കവും വിശ്രമവും തന്നെ. നവ്യേ എണീറ്റേ കനക ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അപ്പം നവ്യ താല്പര്യമില്ലാത്ത മട്ടിൽ എഴുന്നേറ്റിട്ട് അറിയൂ, ഞാൻ ഒരുപാട് ജോലി ചെയ്തതല്ലേ അമ്മേ, ഇനി ഒന്ന് വിശ്രമിച്ചോട്ടെ. ഈ ഗുളിക കഴിച്ചിട്ട് വിശ്രമിച്ചാൽ മതി. അപ്പം നവ്യ ദേഷ്യത്തോട് പറയും, എനിക്കിപ്പോൾ ഗുളികയൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് അങ്ങോട്ട് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗുളിക എടുത്തിട്ട് നവ്യയുടെ കൈ കൊടുക്കുകയാണ്. നവ്യ കുറച്ചു നേരം ആലോചിച്ച് വന്നതിന് ശേഷം കനകയെ പറ്റിച്ചുകൊണ്ട് ഗുളിക കഴിക്കുന്നത് പോലെ ആക്കിയിട്ട് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ കനകയുടെ നോട്ടം മാറിയ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഗുളിക വലിച്ചെറിയാണ്. പക്ഷേ ആ ഗുളിക നേരെ വീണത് ജലജയുടെ കാൽക്കീഴിലാണ്. അപ്പോൾ ജലജ ആ ഗുളിക എടുത്ത് നോക്കുന്നുണ്ട്. ജലജ കണ്ടു എന്നുള്ളത് നവ്യക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കനക ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ജലജ ദേഷ്യത്തോടെ വന്നിട്ട് കയ്യിലിരിക്കുന്ന ഗുളിക നവ്യക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താ ഇത്? അപ്പോൾ കനക ചോദിക്കും, എന്താ? അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയാണ്, നീ ഗുളിക കൊണ്ടുപോയി കൊടുത്തു, അതിനുശേഷം എന്താ നിൻ്റെ മോൾ ചെയ്തതെന്ന് നീ കണ്ടില്ല? എന്നിട്ട് കയ്യിലിരിക്കുന്ന ഗുളിക കനകക്ക് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ഇവളിത് വലിച്ചെറിയുമായിരുന്നു. അപ്പം കനക ദേഷ്യത്തോട് വിളിക്കും, നവ്യേ ഇനി ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് പറയടി നിൻ്റെ അമ്മയോട്. എന്താ നീ കാണിച്ചത്? നീ എന്തിനാ ഈ ഗുളിക വലിച്ചെറിഞ്ഞത്? കനക ചോദിക്കുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ വെപ്രാളത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പം നവ്യ ലാസ്റ്റ് പറയും, എനിക്കെന്തോ ഒരു വല്ലാത്ത മനംപുരട്ടൽ പോലെ, ആ നേരത്ത് വൊമിറ്റ് ചെയ്യണമെന്ന് തോന്നി, മര്യാദയ്ക്ക് ഇത് കഴിക്കാൻ നോക്ക്. അപ്പം നവ്യ അമ്മയെ രണ്ടമ്മമാരെയും പേടിച്ചിട്ട് വേഗം വാങ്ങിച്ചിട്ട് ആ ഗുളിക കുടിക്കുകയാണ്. അപ്പം നവ്യയെ തന്നെ നോക്കി സംശയത്തോടു കൂടി ജലജ പറയുന്നുണ്ട്, ഇവളുടെ ചില നേരത്തെ മട്ടും ഭാവവും കാണുമ്പോൾ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ കനക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ പിന്നെന്താ ഇവൾ വയറ്റത്ത് തലയാണയും കെട്ടിവെച്ച് നടക്കുവാണോ? അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കും, അതാണല്ലോ സത്യം. അതറിയുമ്പോൾ ഇനി ഈ വീട്ടിൽ എന്തൊക്കെ കോലാഹലങ്ങൾ നടക്കുമോ എന്തോ. അപ്പം ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ കണ്ടതുകൊണ്ടാ ഇന്നിവൾ ഈ ഗുളിക കുടിച്ചത്. ഇതുപോലെ എത്ര ദിവസങ്ങൾ ഇവൾ ഗുളികകൾ വലിച്ചെറിഞ്ഞെന്ന് ആർക്കറിയാം? അപ്പം നവ്യ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിതിന്ന് ആദ്യമായിട്ടാ. ഇവളുടെ മോളല്ലേ നീ, അതുകൊണ്ട് കള്ളം പറയാൻ ലൈസൻസ് കിട്ടിയ നാക്കായിരിക്കും. ജലജ വീണ്ടും കളിയാക്കുകയാണ്. അപ്പോഴേക്കും കനകയും കയറി ഇടപെടും, ഇവിടെ കള്ളം പറയുന്നതും ചെയ്യുന്നതും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം നയനമോളെ കുറ്റക്കാരിയാക്കാൻ ആവോളം ശ്രമിച്ചു. അവസാനം നയനമോളുടെ അമ്മായിയമ്മ മോളോട് ക്ഷമിച്ചപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. എന്തിനാ ജലജ ഈ വീട്ടിലുള്ളവരെ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നേ? ഇതേ സ്വഭാവം തന്നെയാ നിങ്ങളുടെ മോനിക്കും കിട്ടിയിരിക്കുന്നേ. അപ്പോൾ ജലജ പരിഹാസത്തോടെ പറയും, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, കള്ളം പറയുന്ന എൻ്റെ മോനെ ഇവളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി തന്നേക്ക്. അപ്പോൾ കനക പറയും, അതിനി പറ്റില്ലല്ലോ, നിങ്ങളുടെ മകൻ അബി കള്ളം പറഞ്ഞത് കൊണ്ടാ ഇങ്ങനെ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നത്. അപ്പോൾ ജലജയം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ കള്ളം പറഞ്ഞത് കൊണ്ടാ അർഹതയില്ലാത്ത നിന്റെ 2 മക്കളും ഇവിടെ കയറി പറ്റിയത്. പിന്നെ അതേപ്പറ്റിയൊന്നും കൂടുതൽ പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടു കൂടി ജലജ പോവുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട് നവ്യോടായിട്ട്, ഇവളെ സഹിക്കാൻ വലിയ പാടാ മോളെ. പക്ഷെ നവ്യ തിരിച്ചു പറയുന്നത്, അതിനേക്കാളും വലിയ പാടാ അമ്മയുടെ 2ാമത്തെ മകളെ സഹിക്കാൻ. അവൾ നല്ല പിള്ള ചമയാൻ വേണ്ടി ഇവിടെ ഒരുപാട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കനകക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു നയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ. മിണ്ടാതിരിയടി, അവളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലേ നിന്റെ നാവ് പുഴുത്തു പോവും. നവ്യേ, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ നമ്മുടെ വീടിപ്പം നിലനിൽക്കുന്നതേ എൻ്റെ നയനമോള് കാരണാ. പക്ഷെ നവ്യ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കനക പറയാണ്, ഇതേപോലൊരു വലിയ വീട്ടിൽ ഒരു ജോലിക്കാരിയെ വെച്ചെന്നും പറഞ്ഞാൽ ഈ വലിയ വീട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മീനാക്ഷി ഇല്ലാത്തപ്പോഴൊക്കെ ഈ വലിയ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നയനമോൾ ഒറ്റക്കാ. പാവം, ജോലി ചെയ്ത് നടുവൊടിഞ്ഞാലും അതൊന്നും പറയില്ല.
നീ ആവശ്യപ്പെടുന്നതൊക്കെ സമയത്തിന് തന്നെ അവൾ ഉണ്ടാക്കി തരാറുണ്ടല്ലോ. എന്നിട്ട് അതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ അതേ നാവ് കൊണ്ട് തന്നെ നീ അവളെ ദുഷിക്കരുത് കേട്ടോ. വാ, ഇനിയുണ്ട് കുറേ പണികൾ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ കൈ വലിക്കുകയാണ്. അപ്പം നവ്യ പറഞ്ഞിട്ട് എനിക്ക് വയ്യമ്മേ, ഇങ്ങോട്ട് വാടി. എന്നിട്ട് നവ്യം പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോവാണ്. അതേസമയം നയന ടെൻഷനോട് വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ആദർശേട്ടൻ എന്നോടുള്ള മനോഭാവം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ. ഇനിയിപ്പോൾ ഈ കള്ളം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. വളകാപ്പിന് മുന്നേ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാം തുറന്നു പറയേണ്ടതാ. മകളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി എൻ്റെ അമ്മ പോലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് എൻ്റെ ചേച്ചിയെ നോക്കുന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം? അവരെ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക ഒരുത്തി. അപ്പോഴേക്കും ഓഫീസിൽ പോകാൻ റെഡിയായ വേഷത്തിൽ ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇനി എന്നെ എങ്ങനെ കുപ്പിയിലാക്കാമെന്നാണോ? അപ്പം ഞാൻ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ അതൊന്നും അല്ല ആലോചിച്ചത്. നമ്മൾ തമ്മിൽ ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പോഴേക്കും ആദർശം ഇടയിൽ കയറുകയാണ്. അല്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്? അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ പോയി നിൽക്കട്ടെ, കുറച്ചെങ്കിലും സങ്കടം ആദർശേട്ടൻ ഉണ്ടാവുമോ? ആദർശൊന്നും മറുപടി പറയുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് രാത്രി മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തെങ്കിലും ഞാൻ അരികെ വേണമെന്ന് തോന്നുമോ? അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ആദർശ് പറയാണ്, ഒട്ടും ആലോചിക്കാതെ മറുപടി പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ് നീ ചോദിച്ചത്. അങ്ങനെ നീ ഇവിടുന്ന് പോയാൽ സുഖമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണരുമ്പോൾ നിന്നെ കണ്ട് ഞെട്ടുവാ. അതുകൊണ്ട് വെറുതെ പുറത്തു പോകാനുള്ള കാരണം നീ ഉണ്ടാക്കരുത്. മുത്തശ്ശനും മുത്തശ്ശിയോ ഇപ്പോഴത്തെ നിൻ്റെ വജ്രായുധങ്ങൾ, അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് 3-ൻ്റെ അന്ന് നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നേനെ. ഞാനൊന്നും പറയാതെ സങ്കടത്തോടു കൂടി ആദർശ് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് അവിടുന്ന് പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും തിരിഞ്ഞ് നയനയെ നോക്കുകയാണ്. ഒന്നും മറുപടി പറയാത്തത് കൊണ്ടും നയനയുടെ ആ നിൽപ്പും ഒക്കെ കാണുന്ന സമയത്ത് ആദർശ് വിചാരിക്കുകയാണ്, ഇനി ഇതൊക്കെ പോയി ഇവൾ മുത്തശ്ശനോട് പറയുമോ? എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് നയനയോട് അഭിനയിക്കുന്ന രീതിയിൽ പറയുകയാണ്. അതായത് ആദ്യം പറഞ്ഞത് ശരിക്കുള്ള ഉള്ളിലിരിപ്പ്, പിന്നെ പറയാണ്, അതെ ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ, എൻ്റെ ഉള്ളിൽ നിന്നോട് കുറച്ചൊക്കെ ഇഷ്ടമുണ്ട്. നീ പോയിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് നീ പോയിക്കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അപ്പം നയന തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞതോ? അതങ്ങനെ പറഞ്ഞു പോയതാ. അപ്പം നയന തിരിച്ചു പറയുന്നുണ്ട്, എനിക്കറിയാം ആദർശേട്ടൻ മനസ്സിൽ എന്താണെന്നൊക്കെ, എങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും എന്നെ സ്നേഹിക്കുന്നത് വരെ. ആദർശ് നയനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ടൊന്നും പറയാതെ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നയന വിചാരിക്കുകയാണ്, എന്തായാലും ചേച്ചിയുടെ കള്ളത്തരം പിടിച്ചു കഴിയുമ്പോൾ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും. ആ ഒരു വെപ്രാളത്തിലാണ് നയന ഉള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതും.